നമുക്കാരോടാണുള്ളത്? ഭർത്താവിനേക്കാളേറെ, പിതാവിനേക്കാളേറെ, ഉമ്മയെക്കാളേറെ നാളെ വളർത്തിക്കൊണ്ടുവന്നാൽ ജീവിതത്തിന്റെ സായാഹ്ന ഘട്ടത്തിൽ തനിക്കൊരു താങ്ങാകും തണലാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നാം വളർത്തുന്ന നമ്മുടെ മക്കൾ, ആ മക്കളാണ് ലോകത്തിൽ ദുനിയാവിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുമ്പോ ഖുർആൻ മക്കളെ കുറിച്ച് പറഞ്ഞതെന്താ? والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ലോകത്തൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ അവൻ ഏറ്റവും സ്നേഹമുള്ളത് അവന്റെ ഭാര്യയോടും അവന്റെ സന്താനങ്ങളോടുമാണ്. അവന്റെ ഭാര്യയോട്, അവന്റെ കുടുംബത്തോട്, അവന്റെ മക്കളോട്, അവന്റെ കെട്ടിടത്തോട്, അവന്റെ ജീവിതത്തിന്റെ സൗകര്യങ്ങളോട് എല്ലാം അവന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമാണ്. എന്നിട്ട് അല്ലാഹു പറയാൻ, നിന്റെ സമ്പത്തും നിന്റെ സൗഭാഗ്യവും നിന്റെ സന്താനങ്ങളും നിന്റെ ഭാര്യയും നിന്റെ പുത്ര കളത്രാദികളും നിന്റെ ബന്ധുമിത്രാദികളും നിന്റെ സമ്പത്തും അതെല്ലാം ഇതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് ഈ ഭൗതിക ലോകത്ത് തന്ന ഏറ്റവും അനുഗ്രഹമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് നമ്മുടെ മക്കൾ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതേ ഖുർആൻ തന്നെ മറുഭാഗത്തും മക്കളെ കുറിച്ച് പറയുന്ന വേറൊരു പ്രതിപാദ്യമുണ്ട്. അല്ലാഹു മറുഭാഗത്ത് പറയുന്നു, നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ കാത്തിരിക്കുന്ന, നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന നിങ്ങളുടെ മക്കൾ ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. ആളുകൾ കുറച്ചുകൂടി മുമ്പോട്ട് കയറിയിരുന്ന കുറച്ചാളുകൾ ഈ പകല് പ്രസംഗം സുഖം കിട്ടും. അത്ര എപ്പോഴും പ്രഭാഷകനോട് അടുത്തിരിക്കണം, അകലെ ഇരിക്കരുത്. അകലെ ഇരുന്നാൽ ഒരു വലിയൊരു മനസ്സിനൊരു അടുപ്പുണ്ടാവും. എപ്പോഴും അടുത്ത് നിന്ന് കേൾക്കും. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകും. ഏതായാലും ഒരു പകല് പ്രസംഗത്തിൽ ഇത്ര ആളുണ്ടായിരുന്നപ്പോ രാത്രി എന്തായിരിക്കും അവസ്ഥ? അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകും. മതി മതി, അവിടെ വരെ, ഇത് മതി, അത് മതി. ഇനി എന്നെ ശ്രദ്ധിക്കും. വെയില് നന്നായിട്ട് നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്ന സമയമാണ്. ഒരു ലോഹറിനാണ് പ്രശ്നമില്ല, അപ്പൊ തലയിലടിക്കും. ഇപ്പോ നമ്മുടെ മുഖത്തേക്ക് വെയിലടിക്കുന്ന സമയം. അപ്പൊ അതുകൊണ്ട് ആർക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല, പെട്ടെന്ന് ക്ഷീണിതരാം. എന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പറയുന്ന കാര്യം അല്ലാഹു ജീവിതത്തിൽ അല്ലാഹു നമുക്ക് പ്രയോജനകരമായ കാര്യങ്ങളാക്കി അല്ലാഹു തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മക്കൾ. ആ മക്കളെക്കാൾ വലിയ അനുഗ്രഹം വേറെയില്ല എന്ന് പറഞ്ഞ അതേ ഖുർആൻ തന്നെയാണ് പറഞ്ഞത്, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അദീം. അല്ലാഹു പറയുകയാണ്, ഇന്നമാ അംവാലുക്കും നിങ്ങളുടെ സമ്പത്തുകൾ, വഔലാദുക്കും നിങ്ങളുടെ സന്താനങ്ങൾ, ഫിത്നത്തുൻ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളാണ്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ പരീക്ഷണങ്ങളാണ് നിങ്ങളുടെ സമ്പത്തും സന്താനവും എന്ന്. ഈ സമ്പത്തും സന്താനവും അനുഗ്രഹമാണെന്ന് പറഞ്ഞ അതേ തമ്പുരാൻ ആരാണ് നമുക്ക് സമ്പത്ത് തന്നത്? ആരാണ് നമുക്ക് സന്താനം തന്നത്? അത് UDF-ലെയോ LDF-ലെയോ സംഭാവനയല്ല. നമുക്ക് മക്കളെ തന്നത്, നമുക്ക് സമ്പത്തിനെ തന്നത്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. ആഗ്രഹിക്കുന്നവർക്കൊക്കെ വാരിക്കോരി കൊടുക്കുന്ന ഖജനാവിന്റെ ഉടമസ്ഥനെ തമ്പുരാനെ, നീയാണ് ഞങ്ങൾക്ക് സന്താനങ്ങളെ തന്നത്. ഞങ്ങൾക്ക് സന്താനത്തെ തന്നത് ആൾ ദൈവങ്ങളല്ല. ഞങ്ങൾക്ക് സന്താനത്തെന്ന് കാലത്തിന്റെ ചക്രവർത്തിമാരല്ല. ഞങ്ങൾക്ക് സന്താനവും സമ്പത്തും തന്നത് ലോകത്തിന്റെ നേതാക്കന്മാരല്ല. എന്റെ ഭാര്യയുടെ ഗർഭാശയത്തിന്റെ ഉള്ളില് അണ്ടാശയം പോയി സംയോജിച്ചിട്ട് ഒരു സ്പൂണ് വെള്ളം കൊള്ളാൻ മാത്രം വലിപ്പമുള്ള ഗർഭാശയത്തിന്റെ ഉള്ളിൽ
9 മാസം കഴിയുമ്പോ 5 ലിറ്റർ വെള്ളം കൊള്ളാൻ വലിപ്പത്തിന് വ്യാപ്തിയാക്കി അതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ലേബർ റൂമിലെ കരച്ചിൽ കേട്ടപ്പോ കാണാൻ സുമുഖനായ കണ്ടാൽ സൗകുമാര്യമുള്ള ഒരു എന്റെ തറവാടിന്റെ അനന്തരാവകാശിയായി എന്റെ സമ്പത്തിന്റെ അവകാശിയായി എന്നെ ഉപ്പ എന്ന് 2 അക്ഷരം ചേർത്ത് വിളിക്കാൻ എന്റെ ഭാര്യയുടെ ഗർഭാശയത്തിൽ എനിക്കൊരു കുഞ്ഞിനെ രൂപകൽപ്പന തന്നതാരാ ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് യഹ്ബു ലിമൻ യശാഉ ഇനാഥാ വയഹ്ബു ലിമൻ യശാഉ ദുകൂർ. അല്ലാഹുവിനാണ് ആകാശഭൂമികളുടെ അധികാരത്തിന്റെ പടച്ചറപ്പിന, ആകാശഭൂമിയുടെ തമ്പുരാനവന, ആകാശരൂപത്തിന്റെ നിയന്ത്രിതാവന, അവനല്ലാതെ ലോകത്താരുമില്ല. അവനാണ് ഗഫാർ സത്താർ വഹീഹ് ബന്ദോ ഗംഖാർ വഹീഹ് സത്താർ ഗഫാർ വഹീഹ് ബന്ദോ ഗംഖാർ വഹീഹ്. അടിമകളുടെ ആവശ്യമനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ആവശ്യം നിവർത്തിച്ചു തരുന്ന ഉടമസ്ഥൻ അവൻ മാത്രമാണ്. അല്ലാഹുവേ നീ ആഗ്രഹിച്ചവർക്ക് നീ പെൺമക്കളെ തന്നല്ലോ, നീ ആഗ്രഹിച്ചവർക്ക് ആൺമക്കളെ തന്നല്ലോ. ചിലർക്കല്ല കൊടുത്തൊരു പെൺകുട്ടികളെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ അവസാനിച്ചിട്ടില്ല, കൊടിതാഴ്ത്തി കെട്ടിയിട്ടില്ല, പച്ചനിറം മനസ്സിൽ നിന്ന് പോയിട്ടില്ല, മദീനയോട് ബന്ധം വിട്ടിട്ടില്ല. ഇത് മുത്ത് റസൂലിന്റെ നാട്, ഇത് മുത്ത് റസൂലിന്റെ മാസം, ഇത് സലാത്തിന്റെ മാസം. ഇന്ന് സലാം പറയാൻ, സലാത്ത് പറയാൻ നമ്മുടെ നാവ് കടങ്ങുന്നില്ലെങ്കിൽ അല്ലാഹുവേ ദിൽ മേ സബാൻ തുമാരേ ലിയേ, എനിക്ക് അക്ഷരം തന്നത് മുത്ത് നബിയെ സ്നേഹിക്കാനല്ലയോ, അല്ലാഹുവിന്റെ റസൂലിന് സലാത്ത് പറയാനല്ലയോ. അതുകൊണ്ട് സലാത്ത് നിൽക്കരുത്, മദീനയോടുള്ള ബന്ധം അവസാനിക്കരുത്. മദീനയോടുള്ള ബന്ധം കാലപരിമിതിക്കുള്ളിൽ നിജപ്പെടുത്തപ്പെട്ട ബന്ധമല്ല, അത് ആണ്ടറുതിയുടെ ഇടയിൽ വന്നു നിൽക്കുന്ന ആഘോഷത്തിന്റെ ആവർത്തനമല്ല. മദീനയുടെ ബന്ധം ഹൃദയത്തിന്റെ ബന്ധമാണ്. മുസ്തഫ ശ്രീകൃഷ്ണന്റെ ചിത്രം ഹൈന്ദവന്റെ മതിലാണ്, യേശുവിന്റെ ചിത്രം അൾത്താരയുടെ ഉള്ളിലാണ്. മുത്ത് റസൂലിന്റെ ചിത്രം എവിടെ? ഇല്ല ഇല്ല, മദീനയിലില്ല, മക്ക ഹറമിലില്ല, റൗളയുടെ മുകളിലില്ല. അത് വരയ്ക്കാൻ ഒരു ഡാവിഞ്ചി ഇല്ലാത്തത് കൊണ്ടല്ല, വരച്ചു കൊടുക്കാൻ മാന്ത്രിക വിരലുള്ള ഒരു പിക്കാസോ ഇല്ലാത്തത് കൊണ്ടല്ല, സുറുമയിട്ടില്ലെങ്കിൽ പോലും ഇട്ടതുപോലെ തോന്നുമെന്ന് കണ്ണു പറഞ്ഞ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള മുടിയിടകളിൽ താളിലേക്ക് താടിയിരുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ ചിത്രം എന്റെ ഉള്ളിലുണ്ട്. മുസ്തഫ കമിതാക്കളുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് മുത്ത് റസൂലിന്റെ ചിത്രമുള്ളത്. എന്റെ നെഞ്ചൊന്ന് പിളർന്നാൽ, എന്റെ ഹൃദയമൊന്ന് തുകർന്നാൽ, എന്റെ നെഞ്ചിനുള്ളിൽ ആരെന്നറിയുമോ? നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാ നീയാണ്, കണ്ണു തുറന്നാ നീയാണ്. അല്ല അല്ല, അത് കാമത്തിന്റെ അക്ഷരത്തെ പ്രണയത്തോട് ചേർത്തപ്പെട്ടായ ഈരടിയാണ്. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആരെന്നറിയോ? എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ട് ആമിനയുടെ മുത്തുമോൻ, ആയിഷയുടെ ഭർത്താവ്, ഫാത്തിമയുടെ പിതാവ്, ഹസൻ ഹുസൈന്റെ പിതാമകൻ, മദീനയുടെ നായകൻ, സഫാ മലയുടെ സാത്വികൻ. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലാണ്, എന്റെ ചുണ്ടിന്റെ ബഹുസ്വരണത്തിലാണ്. റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. വിഷയത്തിന് മുമ്പേ ഞാൻ ഓർപ്പിക്കുകയാണ്, സലാത്ത് മറക്കരുത്. ഞാനൊരു പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.